ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരുപാട് നാൾക്ക് ശേഷം നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അതായത് നമ്മൾ നിർത്തി വെച്ചേക്കായിരുന്നു ഈ ഒരു വീഡിയോ. കുറച്ച് നാളായിട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഈ ഒരു വീഡിയോയ്ക്ക് ഒരുപാട് റിക്വസ്റ്റ് ഉണ്ട്. ഒത്തിരി പേര് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, എന്താ ഇതിപ്പോൾ ചെയ്യാത്തതെന്ന്. വേറൊന്നുമല്ല, മന്ത്ലി ഷോപ്പിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ അങ്ങനെ കാര്യമായിട്ട് ഈ അടുത്തൊന്നും ഒരുപാടങ്ങനെ ഷോപ്പ് ചെയ്യാറില്ലായിരുന്നു. ഉണ്ട്, വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ നല്ലൊരു വീഡിയോയ്ക്ക് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഓക്കെ, എന്തായാലും ഈ മാസത്തെ ഷോപ്പിംഗ് കാണിച്ചു തരാം. ഒരുപാടൊന്നും ഇല്ല കേട്ടോ. അഗെയിൻ ഒരുപാടൊന്നും ഇല്ല, കുറച്ചേ ഉള്ളൂ. എന്നാലും ഒന്ന് രണ്ട് പുതിയ പ്രോഡക്ട്സ് ഉണ്ട്. അപ്പോൾ കാണിച്ചു തരാം. പിന്നെ ഇന്നീ കാണിക്കുന്ന പ്രോഡക്ട്സ് എല്ലാം ആമസോണിൽ അവൈലബിൾ ആണ്. എല്ലാത്തിൻ്റെ ലിങ്ക്സ് കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. ആമസോണിൽ അൾട്ടിമേറ്റ് ബ്രാൻഡ് സൈറ്റ് ഇപ്പോൾ ലൈവ് ആണ്. അതിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരുപാട് ലേറ്റ് ആക്കാതെ വീഡിയോയിലേക്ക്. ഫസ്റ്റ് ഒരു കണ്ടീഷണർ ആണ് വാങ്ങിയത്. ഓക്കെ, റീക്വൽ ബ്രാൻഡിൻ്റെ ഒരുപാട് സ്കിൻ കെയർ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹെയർ കെയർ റേഞ്ചിൽ നിന്നൊരു പ്രോഡക്റ്റ് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇവരുടെ ഒരു കണ്ടീഷണർ ആണ് കേട്ടോ. ആൻറ്റി ഫ്രിസ് സ്മൂത്തനിങ് കണ്ടീഷണർ ആണ്. ഓക്കെ, അപ്പോൾ ഇത് അവർ പറയുന്നത് ഫ്രിസിനെസ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യും എന്നാണ് പറയുന്നത്. ഹെയർ നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി ആയിട്ട് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. റിവ്യൂ പറയാനും വേണ്ടിയിട്ടായിട്ടില്ല. എന്നാലും എനിക്കൊരു ആവറേജ് പ്രോഡക്റ്റ് ആയിട്ടാണ് തോന്നിയത്. അങ്ങനെ ഒരു വൗ ഫാക്ടർ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ കൂടുതലായിട്ടുള്ള യൂസിൽ പറയാം. ഇനി ഇതിൻ്റെ ഷാംപൂ കൂടി യൂസ് ചെയ്യാത്തത് കൊണ്ടാണോ എന്നറിയില്ല. ഓക്കെ, ഞാൻ വേറെ ഷാംപൂ ആയിട്ടാണ് യൂസ് ചെയ്തത്. അപ്പോൾ എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നീ കാണിക്കുന്ന ഏതെങ്കിലും പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ വേണമെങ്കിൽ, റിവ്യൂ വേണമെങ്കിൽ പറയൂ. അപ്പോൾ നമുക്ക് ഷോർട്സിലോ മറ്റോ ചെയ്യാം. ഓക്കെ, ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാനും വേണ്ടിയിട്ടൊന്നും ഇല്ലല്ലോ, ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ഒക്കെ അല്ലേ. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ, ഇതിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്രോഡക്റ്റിൻ്റെ റിവ്യൂ വേണമെങ്കിൽ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ഇതാണ്, ഈ ഒരു കണ്ടീഷണറാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, ബോഡി സ്ക്രബ് ഏതെങ്കിലും പുതിയത് ഒരെണ്ണം സജസ്റ്റ് ചെയ്യാവോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാവോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എം കഫേൻ്റെ ഈ ഒരു ബ്ലൂബെറി വേരിയൻ്റ് ആണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്തില്ല, പുതിയതാണ് കേട്ടോ, യൂസ് ചെയ്തില്ല. അപ്പോൾ ഞാനത് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ബ്ലൂബെറി വിത്ത് കോഫി ആൻഡ് ആപ്രിക്കോട്ട് ഷിയ ബട്ടർ ഒക്കെ ഉള്ള, അപ്പോൾ അത്യാവശ്യം നമ്മുടെ സ്കിന്നിന് നല്ലതായിട്ട് നറിഷ് ചെയ്യുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ട്. അപ്പോൾ നോക്കട്ടെ എങ്ങനെയാണെന്ന്. ഇവർ പറയുന്നത് ടാൻ റിമൂവലൊക്കെ ഇവർ ക്ലെയിം ചെയ്യുന്നുണ്ട് കേട്ടോ. നോക്കാം. ഓക്കെ, ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് പ്രോഡക്റ്റ്. ഇനി അടുത്ത പ്രോഡക്റ്റ് ഞാൻ വാങ്ങി യൂസ് ചെയ്ത് എനിക്ക് ഒത്തിരി ഇഷ്ടമായ ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഈ ഒരു ഐബ്രോ റേസറാണ്, ഫേസ് റേസറാണ് കേട്ടോ. ഇത് റെനെ ബ്രാൻഡിൻ്റെ ഈ ഒരു റേസറാണ്. നല്ല അടിപൊളി റേസറാണ് കേട്ടോ. ഞാൻ കുറേ ബ്രാൻഡ്സിൻ്റെ ട്രൈ ചെയ്തു, കാരണം ഇതൊക്കെ നമുക്കൊരു മസ്റ്റ് ഹാവ് ആണ്, പ്രത്യേകിച്ച് ഗേൾസിന്. കാരണം ഐബ്രോസ് ഒക്കെ നമുക്ക് എപ്പോഴും പാർലറിലൊക്കെ പോയി ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ല. ഈ ബ്ലേഡൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്, ഞാൻ യൂസ് ചെയ്തതാണ്. ഇനി അടുത്തൊരു പ്രോഡക്റ്റ്, ഇതും എൻ്റെ ഫസ്റ്റ് പർച്ചേസ് ആണ്. ഈ വിഷ് കെയറിൻ്റെ ഒരു അലോവേറ ജെല്ലാണ്. പാക്ക് ഓപ്പൺ ചെയ്തിട്ട് കൂടിയില്ല. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ പറയാം റിവ്യൂ. എന്തായാലും ഒരു അലോവേറ ജെല്ല് വാങ്ങണം എന്നുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും യൂസ് ചെയ്തിട്ടുള്ള ബ്രാൻഡ് ഒന്ന് മാറി ഒരെണ്ണം പുതിയതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ടൊന്ന് നോക്കിയതാണ് കേട്ടോ. വിഷ് കെയർ അത്യാവശ്യം ഞാൻ യൂസ് ചെയ്ത് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഇവരുടെ ഒരുപാട് പ്രോഡക്ട്സ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ബ്രാൻഡാണ്, അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഇനി അടുത്തത് ഒരു റീപർച്ചേസ് ആണ്. ഇതിപ്പോൾ എത്രാമത്തെയാണെന്നൊന്നും അറിയില്ല കേട്ടോ. പക്ഷെ ഇപ്പോൾ യൂസ് ചെയ്തിട്ട് കുറേ നാളായി. ഞാൻ സെറാവയുടെ ഫേസ് വാഷ് ഒരു വലിയൊരു ബോട്ടിലാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അത് ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇത് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം എൻ്റെ സ്കിന്നിന് നന്നായിട്ട് സ്യൂട്ടാകുന്ന ഒരു ഫേസ് വാഷാണ്. അതുകൊണ്ട് പുതുതൊന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഇത് തന്നെ വാങ്ങി കേട്ടോ. പ്ലമ്മിൻ്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്. അപ്പോൾ ഇതാണ്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് പറഞ്ഞിട്ടുള്ളതാണ്. ഇനി നെക്സ്റ്റ് വാങ്ങിയ രണ്ട് പ്രോഡക്ട്സ് ഉണ്ട്. ഒന്നൊരു നെയിൽ പോളിഷ് കിറ്റാണ്. നെക്സ്റ്റ് ഈ ഒരു റിമൂവറാണ് കേട്ടോ, കലബാറിൻ്റെ. ഇത് രണ്ടും നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, ഞാൻ മുന്നേ ഒരുപാട് കാണിച്ചിട്ടുള്ളതാണ്. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് പ്രോഡക്റ്റ് ആണ് കേട്ടോ, നെയിൽ പോളിഷ് റിമൂവർ. അത്യാവശ്യം നല്ലതാണ്.
അസറ്റോൺ ഫ്രീ ആണ്. നെയിൽസിൻ്റെ ഒരു നമ്മളെന്താ പറയുക, ഒരു സേഫ്റ്റി സൈഡ് നോക്കുമ്പോൾ ഇതുപോലെ അസറ്റോൺ ഫ്രീ ആയിട്ടുള്ളതാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. നല്ല ഷെയ്ഡ്സ് ആണ്, കൊള്ളാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി കുറച്ച് ലിപ്സ്റ്റിക്സ് ഉണ്ട്, അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. നല്ല കുറച്ച് ന്യൂഡ് ഷെയ്ഡ്സ് ആണ്, 2-3 കൂടി വരാനുണ്ട്. അപ്പോൾ അത് ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. കുറച്ച് നാളായി ഞാൻ ലിപ്സ്റ്റിക്സ് കാണിച്ചിട്ട് അല്ലേ. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ടോ മറ്റോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ കാണിച്ചിരിക്കുന്ന പ്രോഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക്സ് ഞാൻ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, ഇന്ന് ഈ കാണിച്ച ഏതെങ്കിലും പ്രോഡക്ട്സിൻ്റെ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ പറയൂ. അപ്പോൾ ഞാൻ അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ മാത്രം ചെയ്താൽ മതിയല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.